പിറന്നാൾ ദിനത്തിൽ AICC ആസ്ഥാനത്തെത്തിയ രാഹുൽ ഗാന്ധിക്ക് വൻ സ്വീകരണം ഒരുക്കി പ്രവർത്തകർ. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി. നിതിൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, 54-ാം പിറന്നാൾ ദിനത്തിൽ രാഹുൽ ഗാന്ധി AICC ആസ്ഥാനത്തെത്തിയത് വലിയ ആഘോഷമാക്കി പ്രവർത്തകർക്കിടയിൽ. നൂറുകണക്കിന് പ്രവർത്തകരാണ് രാവിലെ ഞാനീ നിൽക്കുന്ന AICC ആസ്ഥാനത്ത് എത്തിയത്. AICC ആസ്ഥാനത്തെത്തിയ രാഹുൽ ഗാന്ധി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. പ്രധാനപ്പെട്ട കാര്യം, AICC ആസ്ഥാനത്ത് ഇത്തരം ആഘോഷങ്ങൾ വേണ്ട എന്ന് രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകിയെങ്കിലും പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ പിറന്നാൾ വലിയ ആഘോഷമാക്കാൻ തീരുമാനിച്ചു. ഇതിനെ തുടർന്നാണ് രാഹുൽ ഗാന്ധി AICC ആസ്ഥാനത്തേക്ക് എത്തുകയും പിന്നീട് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തത്. പ്രവർത്തകർ മധുരം വിതരണം ചെയ്തും കേക്ക് മുറിച്ചും 54-ാം പിറന്നാൾ ആഘോഷമാക്കി. ചേരികളിൽ ആളുകൾക്കിടയിൽ സാധനം വിതരണം ചെയ്ത് ഈ പിറന്നാൾ ദിനം മാറ്റണമെന്നാണ് രാഹുൽ ഗാന്ധി പ്രവർത്തകർക്ക് നൽകിയ നിർദ്ദേശം. പക്ഷേ പ്രവർത്തകർ ഈ ആഘോഷത്തിന്റെ ഭാഗമായി തന്നെ AICC ആസ്ഥാനത്ത് തടിച്ചുകൂടുകയായിരുന്നു. യോഗത്തിലെത്തിയ രാഹുൽ ഗാന്ധി ഏറെ നേരം, ഏതാണ്ട് അരമണിക്കൂറോളം AICC ആസ്ഥാനത്തുള്ള ഘട്ടത്തിലും ഇവിടെ പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ ആഘോഷമാക്കുകയായിരുന്നു. ഇത്തരത്തിൽ കേക്ക് വിതരണം ചെയ്തും അതോടൊപ്പം തന്നെ മധുരം വിതരണം ചെയ്തും ഈ ആഘോഷം അവർ കൊണ്ടാടുകയാണ്. നമുക്കറിയാം, പാർട്ടിയുടെ ഒരു തിരിച്ചുവരവ് ഇക്കുറി കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാഹുൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളതും ഇപ്പോൾ ചർച്ചകൾ തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ രാഹുലിന്റെ 54-ാം പിറന്നാൾ ഇരട്ടി മധുരമാക്കും പ്രവർത്തകർക്കിടയിൽ. കാരണം അത്രയേറെ ആഘോഷമാണ് ഇന്നിവിടെ ഉണ്ടായത്. ഇതാദ്യമായിട്ടാണ് AICC ആസ്ഥാനത്ത് രാഹുൽ ഗാന്ധിയുടെ പിറന്നാൾ ഇത്തരത്തിൽ നൂറുകണക്കിന് പ്രവർത്തകരെത്തി ആഘോഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും ഉണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധി നമുക്കറിയാം, തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി കടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ വലിയ ആവേശത്തിലും അതോടൊപ്പം തന്നെ 54-ാം പിറന്നാൾ വലിയ ആഘോഷമാക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് AICC ആസ്ഥാനത്ത് കണ്ടത്. ഉന്മേഷ്, ശരി, നിതിൻ അംബുജനാണ് AICC ആസ്ഥാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.